സ്തുതിയാകയാ ഞാനങ്ങ്. എല്ലാവരും പാടണം, എല്ലാവരും പാടണം. ശബന ഹസ്മനാധികാരേ നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ. Oh, we praise you, Yeshua. നിന്റെ സിംഹാസനം, നിന്റെ സിംഹാസനം. കരമെല്ലാം സ്വർഗത്തേക്ക് ഉയർത്തുവാൻ കഴിവുള്ളവർ ചേർന്ന് നമ്മുടെ ആരാധന സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ആരാധനയാകട്ടെ. നിന്റെ സിംഹാസനം, നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങ് സ്തുതിച്ചിടുന്നു. മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ടു. അതൊന്ന് കണ്ടുകൊണ്ടെന്ന് പാടിക്കേ. സിംഹാസനം വിട്ട് അങ്ങയെ സ്തുതിക്കും പോലെ മൂപ്പന്മാർ കിരീടങ്ങൾ താഴെയിട്ടു. ബഹുമാനത്തോടെ സിംഹാസനം വിട്ട് അങ്ങയെ സ്തുതിക്കും പോലെ ജീവന പ്രതാപങ്ങൾ വിട്ടൊഴിഞ്ഞവരായി അങ്ങയെ സ്തുതിച്ചിടുന്നേ. ജീവന പ്രതാപം ചേർന്ന് വിട്ടൊഴിഞ്ഞവരായി അങ്ങയെ സ്തുതിച്ചിടും. നിന്റെ സിംഹാസനം എന്റെ സ്തുതി, നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാൻ. കരം സ്വർഗത്തേക്ക് ഉയർത്തി പാടാൻ കഴിയുന്നവർ ചേർന്ന് നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങ് സ്തുതിച്ചിടുന്നു. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങ് സ്തുതിച്ചിടുന്നു. യോഗ്യനേ ആരാധ്യനേ യോഗ്യനേ ഒന്ന് വിളിച്ച യോഗ്യനായവനെ, യോഗ്യനേ ആരാധ്യനേ. കമോൺ ചേർന്ന് യോഗ്യനേ ആരാധ്യനേ. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനെന്നെ സ്തുതിച്ചിടും. നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങ് സ്തുതിച്ചിടുന്നേ. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, കൃപ മാത്രം. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ കൃപ മാത്രം. നിൽക്കുന്നതോ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. ഞാൻ നിൽക്കുന്നതോ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. അങ്ങല്ലാതെ ആരുമില്ലേ എന്നുള്ളത്തിൽ. അങ്ങനെ ഉറപ്പുള്ളവർ ഒന്ന് ചേർന്ന് പാടിക്കേ. അങ്ങല്ലാതെ വേറാരുമില്ലേ എന്നുള്ളത്തിൽ. യേശു
യേശുവേ അങ്ങല്ലാതെ ആരുമില്ലെന്ന് പറഞ്ഞേ. അങ്ങല്ലാതെ ആരുമില്ലേ എന്നുള്ളത്തിൽ യേശുവേ. അങ്ങേയ്ക്കായി ജീവിക്കുന്നേ ഓരോ നാളും. പറയാൻ പറ്റുമോ? യേശുവേ ഞാൻ അങ്ങേയ്ക്കായി മാത്രം, അങ്ങേയ്ക്കായി ജീവിക്കുന്നേ ഓരോ നാളും യേശുവേ. ശബ്ദം കേൾക്കട്ടെ. ഓരോ നാളും യേശുവേ. ഒന്ന് പറഞ്ഞേ, എന്റെ പ്രാപ്തിയല്ല, എൻ പ്രാപ്തിയല്ല അങ്ങ് മാത്രം. ഭൂമിയിൽ ഒരുപാട് യോഗ്യതകൾ പറയാൻ കാണാം, പക്ഷെ പറയാൻ പറ്റുമോ? എന്റെ യോഗ്യത എന്റെ യേശു മാത്രമാണ്. എന്റെ പ്രാപ്തി എന്ന് പറയാൻ എനിക്കുള്ളത് എന്റെ യേശു മാത്രമാണ്. ഞാൻ നിൽക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. ഓ, എൻ പ്രാപ്തിയല്ല അങ്ങ് മാത്രം, യോഗ്യതയോ. ഓ, അങ്ങേയ്ക്കായി ഞാൻ ജീവിക്കുന്നേ ഓരോ നാളും. അങ്ങേയ്ക്കായി ഞാൻ ജീവിക്കുന്നേ ഓരോ നാളും. എന്റെ അപ്പായേ, നിൻ പാദമത്രേ എൻ വാസസ്ഥാനം, നിൻ മൊഴിയതോ എൻ ജീവബലം. നിൻ പാദമത്രേ പാടിക്കേ, എൻ വാസസ്ഥാനം, നിൻ മൊഴിയതോ എൻ ജീവബലം. അങ്ങില്ലെങ്കിൽ അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ നിനക്ക് എന്തൊക്കെയുണ്ടെങ്കിൽ യേശുവില്ലെങ്കിൽ ഒന്നും നല്ലത് പാടിക്കേ. അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ യേശുവേ എനിക്കു ഭാവിയില്ല. എൻ പ്രാപ്തിയല്ല അങ്ങ് മാത്രം, എൻ യോഗ്യതയോ കൃപ മാത്രം. ഓ, എൻ പ്രാപ്തിയല്ല അങ്ങ് മാത്രം, എൻ യോഗ്യതയോ കൃപ മാത്രം. ഓ, എൻ പ്രാപ്തിയല്ല അങ്ങ് മാത്രം, എൻ യോഗ്യതയോ കൃപ മാത്രം. ഞാൻ നിൽക്കുന്നതോ ക്രൂശിൽ ചാരി, എൻ ഭാവിയല്ല ശമനയസേ. ഞാൻ നിൽക്കുന്നതോ എന്റെ കൂടെ പാടിക്കേ. ഓ, ക്രൂശിൽ ചാരി എൻ ഭാവിയല്ല നിൻ കരത്തിൽ. ഓ, അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. യേശുവേ, അങ്ങില്ലെങ്കിൽ ജീവനില്ല. എനിക്കു ഭാവിയില്ല. നീ വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. കഴിയുമെങ്കിലും സ്വസ്ഥാനങ്ങളിൽ ദൈവജനം എഴുന്നേറ്റ് നിന്ന് കരങ്ങളെല്ലാം സ്വർഗ്ഗത്തേക്ക് ഉയർത്തി എന്നോട് കഴിയുന്നവർ മാത്രം. വലിയവൻ,
ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. യേശുവേ പോലെ മറ്റ് എല്ലാ ചിന്തകളും മാറ്റി ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാത്രം അവനെ വർഷിപ്പിയത്. വലിയവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല. യേശുവേ പോലെ ആരുമില്ല. അഴകാനവർ തൂയവരേ ഉയർന്നവരേ എന്നേ അഴകാനവർ തൂയവരേ ഉയർന്നവരേ എന്നേ അഴകാനവർ തൂയവരേ ഉയർന്നവരേ എന്നേ അഴകാനവർ സുന്ദരനായ ദൈവത്തെ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ, പതിനായിരങ്ങളിൽ അതിസുന്ദരനായ ദൈവത്തെ അഴകാനവർ തൂയവരേ ഉയർന്നവരേ എന്നേ. ആയിരങ്ങളിൽ നീങ്ങി അഴകാനവർ என்போൾ நேசர் நீரே. சாரோனின் ராஜாவும் பள்ளத்தாக்கின் புஷ்பமே உம்மை நான் அறிந்து கொள்வேன். பதினாயிரங்களில் நீ மாத்திரம் ശ്രേഷ്ഠൻ എൻ പ്രാണപ്രിയനും ഓ ശാരോനിലെ പുഷ്പമേ താഴ്വരയിൽ താമരയെ നിന്നെ ഞാൻ കണ്ടെത്തിയേ. സുന്ദരനേ സുന്ദരനേ അതിശയനേ മഹോന്നതനേ മഹോന്നതനേ ഓ സുന്ദരനേ. ദൈവത്തിന്റെ മുന്നിൽ വിളിച്ച് എന്നെ അല്ല യേശുവിനെ എൻ പ്രിയനേ സുന്ദരനേ അതിശയനേ മഹോന്നതനേ എൻ പ്രിയനേ സുന്ദരനേ അതിശയനേ മഹോന്നതനേ എൻ പ്രിയനേ സുന്ദരനേ അതിശയനേ മഹോന്നതനേ എൻ പ്രിയനേ. ൂത്തിടുമ്പോൾ അത്ഭുതം എത്ര പേർക്ക് പറയാൻ കഴിയും? സ്തോത്രമല്ലാതെ ഒന്നുമില്ലേ. ഒന്ന് ഓർത്ത് പാടിക്ക്. ഓർത്തിടുമ്പോൾ അത്ഭുതമേ. നമ്മൾ നിൽക്കുന്ന തന്നെ ഒരു അത്ഭുതമല്ലേ പ്രിയരേ? ഓ ഓർത്തിടുമ്പോൾ അത്ഭുതമേ. സ്തോത്രമല്ലാതെ ഒന്നുമില്ലേ. ഓർത്തിടുമ്പോൾ അത്ഭുതമേ. ഒന്നുമില്ലേ. നിന്റെ സിംഹാസനം
സ്തുതിയാകയാ നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങ് സ്തുതിച്ചിടുന്നേ നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങ് സ്തുതിച്ചിടുന്നേ സിംഹാസനം വിട്ട് അങ്ങയെ സ്തുതിക്കും പോലെ ഓ മൂപ്പന്മാർ കിരീടങ്ങൾ താഴെ ഇട്ടു സിംഹാസനം വിട്ട് അങ്ങയെ സ്തുതിക്കും പോലെ ജീവനപ്രതാപങ്ങൾ വിട്ടൊഴിഞ്ഞവരായി അങ്ങയെ സ്തുതിച്ചിടുന്നേ ജീവനപ്രതാപങ്ങൾ വിട്ടൊഴിഞ്ഞവരായ യേശുവേ അങ്ങയെ സ്തുതി സഭയെ ഒരുമിച്ച് ഒറ്റ സ്വരത്തോടെ ചേർന്ന് നീ മാത്രം ആരാധ്യനേ നീ മാത്രം സ്തുതിക്കുയോഗ്യൻ നീ മാത്രം സ്തുതിക്കുയോഗ്യൻ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങ് സ്തുതിച്ചിടുന്നേ നിന്റെ സിംഹാസനം എൻ സ്തുതിയാകയാ ഞാനങ്ങ് സ്തുതിച്ചിടുന്നേ കർത്തൻ മരണത്തെ കർത്തൻ നീ ഓ കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും പാടങ്ങും എല്ലാവും പാടിടും യേശു മാത്രം എല്ലാ മുട്ടും മടങ്ങും എല്ലാ മുട്ടും മടങ്ങുന്ന ഒരേ ഒരു നാമം എല്ലാ നാമം ഒന്ന് പാടിക്കയല്ല യേശു മാത്രം കർത്താവ് യേശുവിനെ മാത്രം ഒന്ന് പുകഴ്ത്തിക്കേ every knee shall bow every tongue confess that Jesus Christ is Lord every knee shall bow every tongue confess that Jesus Yeshua we worship Lord every knee shall bow every tongue confess that Jesus Christ is Lord He's Lord He's Lord He has risen from the dead and He's Lord He's Lord He's Lord He has risen from the dead and He's Lord every knee shall bow every tongue confess that Jesus Christ is Lord
കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താണ് സ്വസ്ഥാനങ്ങളിരുന്നാണ് രാത്രിയിൽ നമ്മളെ ശുശ്രൂഷിക്കുവാൻ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനുജ് ജേക്കബ് ആൻഡ് ടീം നമ്മുടെ നടുവിലുണ്ട്. രാത്രിയിൽ തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്തദാസന്മാർ നമുക്ക് വേണ്ടി ചെയ്യും. അതിനുവേണ്ടി കർത്തദാസന്മാരെ ക്ഷണിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് ഒന്നുകൂടെ നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ പ്രാർത്ഥനയുടെ 8ാമത്തെ രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുവാനായിട്ട് ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ദൈവദാസന്മാർ, സഹോദരങ്ങൾ, ദൈവമക്കൾ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ
വന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങൾക്കൊരുമിച്ച് ടീമായിട്ട് ഈ ചർച്ചിൽ വരുവാനും നിങ്ങളൊരുമിച്ച് ഈ രാത്രിയിൽ അല്പസമയം ഇവിടെ ആയിരിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ യോഗത്തിലേക്ക് എന്തിനാണ് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലും നമുക്ക് അല്പനേരം ദൈവത്തെ ആരാധിക്കാം. അതിനുശേഷം ദൈവദാസന്മാർ വിശദമായി ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം ഒന്നെടുത്താട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനമാണെന്ന് തോന്നുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. ആ ഭാഗം കിട്ടിയവർ ഒന്ന് വായിച്ചാട്ടെ. അല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന ആ ഭാഗം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. സത്യസന്ധമായിട്ട് നിങ്ങൾ ഉത്തരം പറയണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ പ്രാർത്ഥന ഇപ്പോൾ കൂടുതലും കേൾക്കുന്നത് എവിടെയാണ്? കത്തോലിക്ക സഭയിലും യാക്കോബായ സഭയിലും CSIയിലും മർത്തോമയിലൊക്കെയാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത്. പെന്തിക്കോസുകാരെങ്ങാനും ഈ പ്രാർത്ഥന ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പാപികളാകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 3.5 വർഷം യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, യേശു രോഗികളെ സൗഖ്യമാക്കുകയും യേശു ഭൂതങ്ങളെ ശാസിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ യേശു ചെയ്യുമ്പോഴും ശിഷ്യന്മാർ യേശുവിൽ കണ്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, എപ്പോഴും യേശു ശിഷ്യന്മാരോട് കൂടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ ഒരു നിഴല് പോലെ ശിഷ്യന്മാർ എപ്പോഴും യേശുവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക. പക്ഷേ ഇടയ്ക്ക് ശിഷ്യന്മാരൊരു കാര്യം ശ്രദ്ധിക്കുന്നു. ഇടയ്ക്ക് ചില സമയങ്ങളിൽ യേശുവിനെ കാണാതെയാകും. ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ കാണാതെയാകും. അപ്പോൾ ഇവർ പലവട്ടം ചിന്തിച്ചു, യേശു എവിടേക്കായി പോകുന്നത്? എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള യേശു ഞങ്ങളോട് പോലും പറയാതെ ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ കാണാതെയാകും. പിന്നെ ആ ശിഷ്യന്മാർക്കൊരു കാര്യം മനസ്സിലായത്, അത് വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ അവരിൽ നിന്ന് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. നിർജ്ജന പ്രദേശങ്ങളിലും മലയുടെ മുകളിലും മരുഭൂമിയിലും ഒക്കെ പോയിരുന്ന യേശു കർത്താവ് ഇടയ്ക്കിടയ്ക്ക് വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം യേശുവിലുണ്ടായിരുന്നു. ശിഷ്യന്മാർക്ക് മനസ്സിലായി, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം തന്നെ യേശുവിൻ്റെ വേറിട്ട പ്രാർത്ഥനയാണ്. അല്ലാതെ യേശുവിൻ്റെ അത്ഭുതങ്ങൾ യേശുവിൻ്റെ കഴിവ് കൊണ്ട് ചെയ്യുന്നതല്ല. യേശു ചെയ്യുന്ന സകലത്തിലും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യേശുവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ് എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ ഒരിക്കൽ അവർക്കും മനസ്സിലായി, ഇതുപോലെ ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്കും വേണം. അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച ശിഷ്യന്മാർ ഒരിക്കൽ യേശുവിൻ്റെ അരികിൽ ചെന്നിട്ട് യേശുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഗുരു, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ എന്തെന്നറിയാമോ? നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ഒന്നുകൂടെ പറയാമോ? സ്വർഗസ്ഥനായ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭാരതം എത്രയെത്ര മതങ്ങളുള്ള ഒരു ഭാരതമാണെന്നറിയാമോ? ക്രിസ്തീയതയെ മതമായി കാണുന്ന ആളുകളുണ്ട്, ക്രിസ്തീയ മതമായി കാണുന്നവരുണ്ട്. ഹൈന്ദവ മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, ബുദ്ധ മതമുണ്ട്, ജൈന മതമുണ്ട്.
എല്ലാ മതങ്ങൾക്കും അവരവരുടെ ദൈവങ്ങളുണ്ട്. എന്നാൽ എല്ലാ മതങ്ങളിലും അവരവരുടെ ദൈവങ്ങളെ ഈശ്വര എന്നും അള്ളാ എന്നും ഒക്കെ വിളിക്കുമ്പോൾ കർത്താവ് തൻ്റെ ഭക്തന്മാരോട് പറയുന്ന ഒരു കാര്യം, നീ എന്നെ ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ എന്നെ അപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഒരു പദവിയും അങ്ങനെ ഒരു അവകാശവും ദൈവം നമുക്ക് നൽകി. ആ പദവിയും ആ അവകാശവും ദൈവം നമുക്ക് നൽകിയത് വെറുതെ ആയിരുന്നില്ല. ഒരൊറ്റ വാക്കിൽ പറഞ്ഞ് ഇന്നു മുതൽ ഞാൻ നിൻ്റെ പിതാവാണ്, ഇന്നു മുതൽ നീ എൻ്റെ മകനും മകളുമാണ് എന്ന് പറഞ്ഞ് കർത്താവ് ഒരു വാക്കിൽ പറഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്തത്. മറിച്ച് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. എങ്ങനെയാ വിലയ്ക്ക് വാങ്ങിയെന്നറിയാമോ? ഈ ലോകത്തിൽ ഇന്ന് വരെ കിട്ടാത്ത വിലയാണ് ദൈവം നമ്മെ നേടാൻ നമുക്ക് വേണ്ടി കൊടുത്തത്. ആ വില എന്താണെന്നറിയാമോ? ഒരു സ്വർഗം മുഴുവൻ നമുക്ക് വേണ്ടി എഴുതി തന്നുകൊണ്ടുള്ള ഒരു വിലയായിരുന്നില്ല. ദൈവം നമുക്ക് വേണ്ടി മുടക്കിയ വിലയുടെ മുമ്പിൽ സ്വർഗം ഒന്നുമല്ല. കാരണം സ്വർഗത്തേക്കാൾ വലിയ വിലയാണ് അവിടുത്തെ ജീവനെ അവൻ നമുക്ക് വേണ്ടി മറുവിലയായി നൽകി. എത്ര പേർക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അവന്റെ ജീവനെ അവൻ നമുക്ക് വേണ്ടി മറുവിലയായി നൽകി. അവന്റെ മുഴുവൻ രക്തത്തെയും നമുക്ക് വേണ്ടി മറുവിലയായി നൽകി. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ മകനാണ്, ഇന്നു മുതൽ നീ എൻ്റെ മകളാണ്, നീ അനാഥനല്ല, നിനക്ക് വേണ്ടി ഉത്തരവാദിത്വമുള്ളൊരു പിതാവുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, നീ എന്നെ ദൈവമേ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടം നീ എന്നെ അപ്പാ എന്ന് വിളിക്കുന്നത് കേൾക്കാനാ ദൈവത്തിന് ഇഷ്ടം. സഹോദരങ്ങളെ, നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ഈ ലോകത്തിലെ മുഴുവൻ സ്നേഹവും അസ്തമിച്ചു പോകുമ്പോൾ, ഇവിടെയുള്ള പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സ്നേഹമെല്ലാം അസ്തമിച്ചു പോകുമ്പോഴും അറ്റുപോകാത്ത അസ്തമിച്ചു പോകാത്തൊരു സ്നേഹം തരാൻ കഴിയുന്ന ഒരു സ്വർഗീയ പിതാവ് നമുക്കുണ്ട്. ആ പിതാവിനെയാണ് ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. എത്ര പേർക്ക് ആ ദൈവത്തെ ആരാധിക്കാനായിട്ട് താല്പര്യമുണ്ട്? ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ ഒരു മനോഭാവം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. എന്താ? ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെയാണ് ആരാധിക്കുന്നത് എന്നുള്ള അപ്പനോടുള്ള അകമഴിഞ്ഞുള്ള ആരാധനയാണ് നമ്മുടെ ആരാധന ജീവിതത്തെ ആസ്വാദ്യകരമാക്കുന്നത്. അല്ലാത്ത ആരാധനയെല്ലാം ബോറടിക്കും. 10 മിനിറ്റ് കഴിയുമ്പം ബോറടിക്കും. 10 മിനിറ്റ് നിർത്താതെ നിങ്ങൾ കൈയടിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. 10 മിനിറ്റ് ഉറക്ക പാട്ട് പാടിയാൽ ബോറടിക്കും. 10 മിനിറ്റ് ഉറക്ക സ്തുതിച്ചാൽ ബോറടിക്കും. പക്ഷേ നിന്റെ ആരാധന അപ്പനോടുള്ള സ്നേഹത്തിൽ നിന്നാണെങ്കിൽ മണിക്കൂറുകൾ ആരാധിച്ചാലും ബോറടിക്കാത്തതുപോലെ ആത്മസാന്നിധ്യം നമ്മുടെ മേൽ വ്യാപരിക്കും. നമ്മൾ അപ്പനെയാണ് ആരാധിക്കുന്നത്. ആമേൻ. ആ സ്വർഗീയ പിതാവിനെ ആരാധിക്കാൻ വന്നിട്ടുള്ള എത്ര ആളുകൾ ഇതിൻ്റെ നടുവിലുണ്ട്? ഒന്നുകൂടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കരുവിൽ എന്നെ സുമந்ததை பார்த்தால் அம்மானு சொல்லணும், தோளில் என்னை சுமந்ததை பார்த்தால் அப்பானு சொல்லணும், കരുവിൽ എന്നെ സുമந்ததை பார்த்தாൽ. കുറച്ച് എഫക്റ്റ് ചെയ്തിട്ട് മൈക്ക് കുറച്ച് ഡിലേയും കുറച്ച് എഫക്റ്റ് ഒക്കെ തരുമോ? ചെക്ക് 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 ചെക്ക്. ഓക്കേ. എന്നെ ആറ്റുവതും തേറ്റുവതും பார்த்தாൽ അമ്മാന് சொல்லணும், என்னை அஞ்சுவதும் கொஞ்சுவதும் பார்த்தா அப்பான்னு சொல்லணும், உம்மை அப்பான்னு கூப்பிடவே உம்மை அம்மான்னு கூப்பிடவே, உம்மை அப்பான்னு கூப்பிடவே உம்மை அம்மான்னு கூப்பிடவே, உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவா, உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவா, உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவா, உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவா.
ചർച്ചിൽ കൊയർ മെമ്പേഴ്സ് ആയിട്ടുള്ളവരൊന്ന് കരങ്ങളെ ഉയർത്താമോ? കൊയർ മെമ്പേഴ്സ് നിങ്ങൾ സ്റ്റേജിലോട്ടൊന്ന് വരുമോ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഈ മക്കളെല്ലാം ഈ കുഞ്ഞു മക്കളെല്ലാം സ്റ്റേജിലോട്ട് വന്നാട്ടെ. ഇവിടെ ഇരിക്കുന്ന ആ ഫ്രണ്ടിൽ ഓടി വാ. ഓടി വാ ഓടി വാ. കരമുയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. கண்ணீரை சுமந்ததை பார்த்தால் அம்மானு சொல்லணும், தோளில் என்னை சுமந்ததை பார்த்தால் அப்பானு சொல்லணும், கருவில் என்னை சுமந்ததை பார்த்தால் அம்மானு சொல்லணும், தோளில் என்னை சுமந்ததை பார்த்தால் அப்பானு சொல்லணும், என்னை ஆற்றுவதும் தேற்றுவதும் பார்த்தால் அம்மானு சொல்லணும், என்னை கெஞ்சுவதும் கொஞ்சுவதும் பார்த்தால் அப்பானு சொல்லணும். உம்மை அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே, உம்மை அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே, உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவா, உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவா, உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவா, உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவா, உம்மை அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே, உம்மை அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே, ஒன்னு கூட சத்தம் அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே, உம்மை அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே, உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவா, உம்மை அம்மான்னு கூப்பிடத்தான் ஆசை, உம்மை அம்மான்னு கூப்பிடவா, சப்தமுயர்த்தி உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவா, உம்மை அம்மான்னு கருவில் என்னை சுமந்ததை பார்த்தால் அப்பான்னு சொல்லணும், தோளில் என்னை சுமந்ததை பார்த்தால் அப்பான்னு சொல்லணும், கருவில் என்னை சுமந்த உம்மை அம்மானே சொல்லணும், என்னை அஞ்சுவதும் கொஞ்சுவதும் பார்த்தா உம்மை அப்பானே சொல்லணும், என்னை ஆற்றுவதும் தேற்றுவதும் பார்த்தா உம்மை அப்பானே ஒன்னு கரங்கள் அடிச்சு அஞ்சுவதும் கொஞ்சுவதும் பார்த்தா அப்பானே சொல்லணும், சப்தம் உயர்த்தி உம்மை அப்பானே கூப்பிடவே, உம்மை உம்மை அப்பான்னு கூப்பிடவே, உம்மை அம்மான்னு கூப்பிடவே, உம்மை அப்பான்னு கூப்பிடத்தான் ஆசை, உம்மை அப்பான்னு கூப்பிடவ, சப்தமுயர்த்தி
உம்மை அம்மானு கூப்பிடத்தான் ஆசை, உம்மை அம்மானு கூப்பிடவா, உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை அப்பானு கூப்பிடவா, உம்மை அம்மானு கூப்பிடத்தான் ஆசை. சப்தம் உயர்த்தி உம்மை அப்பானு கூப்பிடவே, உம்மை அம்மானு கூப்பிடவே, உம்மை அப்பானு கூப்பிடவே, உம்மை அம்மானு கூப்பிடவே, உம்மை அப்பானு கூப்பிடவே, உம்மை அம்மானு. சப்தம் உயர்த்தி ഒന്ന് പാടിയാതെ உம்மை அப்பானு கூப்பிடவே, உம்மை அம்மானு கூப்பிடவே, உம்மை அப்பானு கூப்பிடவே, உம்மை அம்மானு கூப்பிடவே, உம்மை அப்பானு கூப்பிடவே, உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை அம்மானு கூப்பிடத்தான் ஆசை, உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை அப்பானு கூப்பிடவா, உம்மை அம்மானு கூப்பிடத்தான் ஆசை, உம்மை அம்மானு கூப்பிடவா, உம்மை அப்பானு கூப்பிடவே, உம்மை அம்மானு கூப்பிடவே, உம்மை அப்பானு கூப்பிடவே, உம்மை அம்மானு கூப்பிடவே, உம்மை அப்பானு கூப்பிடத்தான் ஆசை, உம்மை அம்மானு கூப்பிடவா, உம்மை அம்மானு கூப்பிடத்தான் ஆசை, അമ്മാനെ കൂപ്പിടുവാ, ഉമ്മൈ അപ്പാ. എല്ലാവരും ദൈവസ്ഥ എഴുന്നേറ്റുന്നാണ്. ഉമ്മൈ അമ്മാനെ കൂപ്പിടുവാ, ഉമ്മൈ അമ്മാനെ കൂപ്പിടത്താൻ ആസை கூப்பிடுவா. அருவியில் என்னை சுமந்ததை பார்த்தால் அம்மானு சொல்லணும், தோளில் என்னை சுமந்ததை பார்த்தால் அம்மானு சொல்லணும், அருவியில் என்னை சுமந்ததை பார்த்தால் அம்மானு சொல்லணும், தோளில் என்னை சுமந்ததை பார்த்தால் அப்பானு சொல்லணும், உன்னை ஆற்றுவது தேற்றுவதும் பார்த்தா அப்பானு சொல்லிடும், என்னை அஞ்சுவது கொஞ்சுவது பார்த்தா, என்னை ஆற்றுவது தேற்றுவதும் பார்த்தா அப்பானு சொல்லிடும், என்னை അഞ്ചുവതും തെറ്റുവതും പാതാ. ഇവിടെ നിൽക്കുന്ന മുഴുവൻ ദൈവജനവും എത്രത്തോളം ശബ്ദമുയർത്തി ഒന്ന് പാടാൻ പറ്റുമോ അത്രത്തോളം ശബ്ദമുയർത്തി ഒന്ന് പാടിയാൽ. ഉമ്മയ്യപ്പാന് കൂപ്പിടവേ ഉമ്മയ്യമ്മാന് കൂപ്പിടവേ പാടുക ശബ്ദമുയർത്തി. അപ്പാന് കൂപ്പിടവേ ഉമ്മയ്യമ്മാന് കൂപ്പിടവേ ഉമ്മയ്യപ്പാന് കൂപ്പിടവേ ശബ്ദമുയർത്തി. ഉമ്മയ്യപ്പാന് കൂപ്പിടവേ എത്രത്തോളം ശബ്ദമുയർത്താമോ. ഉമ്മയ്യപ്പാന് കൂപ്പിടവേ ഉമ്മയ്യപ്പാന് കൂപ്പിടത്താൻ ആസை ഉമ്മയ്യപ്പാന് കൂപ്പിടത്താൻ ആസை ഉമ്മയ്യപ്പാന് കൂപ്പിടത്താൻ ആസை ഉമ്മയ്യപ്പാന് കൂപ്പിടത്താൻ ആസை. ഒന്ന് കരങ്ങളെ ഉയർത്തി ശക്തിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഇവിടെ നീണ്ട ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ഇന്നത്തെ രാത്രി പ്രാർത്ഥനയുടെ 8ാമത്തെ രാത്രിയാണല്ലോ. പരിശുദ്ധാത്മാവ് പുതിയത് ചിലത് എൻ്റെ മേൽ പകരും എന്ന് വിശ്വാസമുള്ള എത്ര ആളുകൾ ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ നടുവിലുണ്ട്? നമ്മൾ ഒരുമിച്ച് ഒരു ചില മിനിറ്റുകൾ മാത്രം ഒന്ന് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ആത്മാവിൽ പാടി കർത്താവിനെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ ആരാധന വിഷയത്തിൽ
ആരാധകനും ദൈവവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അടുത്തിരിക്കുന്നവർ ആരാധിക്കുകയോ ആരാധിക്കാതിരിക്കുകയോ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്ന് പകലിൽ എൻ്റെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കണം, നന്നായിട്ട് ആരാധിക്കണം. സ്തോത്രം. അങ്ങനെ ആരാധിച്ചാൽ ഇന്ന് രാത്രിയിൽ ഒരു ആരാധനയുടെ അഭിഷേകം ഇതിൻ്റെ മേൽ വന്ന് വീഴും. താങ്ക് യു ജീസസ്. പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനെ. പാടുക. അങ്ങേ പോലെ, അങ്ങേ പോലെ ദൂതന്മാരിൻ ഭോജനത്തിന തൻ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരിൻ ഭോജനത്തിന തൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങേ പോലെ, ഒന്ന് ശബ്ദം ഉയർത്തി, അങ്ങേ പോലെ തൻ ജനത്തെ സ്നേഹിച്ചിടാ. അങ്ങേ പോലെ, അങ്ങേ പോലെ തൻ ജനത്തെ സ്നേഹിച്ചിടാ. അടുത്ത വരി, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. അതാണ് എൻ്റെയും ഭാഗ്യം, അതാണ് നിങ്ങളുടെയും ഭാഗ്യം. ഇതുപോലെ ഒരു നാമം ആരാധിക്കാൻ കൊള്ളാകുന്ന മറ്റൊരു നാമമില്ല. അങ്ങനെ ഒരു നാമത്തെ ആരാധിക്കാനാണ് നമുക്ക് ഭാഗ്യം നൽകിയത്. അത് മനസ്സിലാക്കിയവർ, അത് അനുഭവിക്കുന്നവർ ശബ്ദമുയർത്തി, ആ കരങ്ങളെ ചേർത്തടിച്ച് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. എല്ലാ കരങ്ങളും അടിച്ച് കരങ്ങളെ തട്ടി യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. ശബ്ദമുയർത്തി, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നന്നായി കരമടിച്ച് കുഞ്ഞുങ്ങളെല്ലാം നന്നായി കൈയടിച്ച് പാടുക. ഭൂമിയിലും നിനക്കു തുല്യനായ, പാപത്തിൻ കറകൾ പോകാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോകാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനെ. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനെ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. ശബ്ദമുയർത്തി, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല.
സ്വർഗത്തിലും സ്വർഗത്തിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലോ ഭൂമിയിലോ നിനക്ക് തുല്യനായ ഓ തങ്കത്തെ കൽപ്പവില്ലേ വൈരത്തെ കൽപ്പവില്ലേ ഉള്ളത്തെ കൽപ്പാറയ്യ ആസ്തിയെ കൽപ്പവില്ലേ അന്തസ്തെ കൽപ്പവില്ലേ ഉള്ളത്തെ കൽപ്പാറയ്യ തങ്കത്തെ കൽപ്പവില്ലേ വൈരത്തെ കൽപ്പവില്ലേ ഉള്ളത്തെ കൽപ്പാറയ്യ ആസ്തിയെ കൽപ്പവില്ലേ അന്തസ്തെ കൽപ്പവില്ലേ ഉള്ളത്തെ കൽപ്പാറയ്യ ഞാൻ തേടി പോവില്ലേ എന്നെ തേടി വന്നാറയ്യ ഞാൻ തേടി പോവില്ലേ എന്നെ തേടി വന്നാറയ്യ എന്തൻ യേശുവേ 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 தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் അക്കരങ്ങൾ ഉയർത്തി അടിച്ച് തായ് ഉன்னை മറന്നാലും കരങ്ങൾ എല്ലാവരും ഒന്ന് ഉയർത്തി അവരുന്നെ മറക്കമാറ്റോരുന്നെ മറന്നാലും നമ്പറുന്നെ തള്ളിയാലും അവരുന്നെ മറക്കമാറ്റേ தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவருன்னை மறக்கமாட்டா உன்னை வருந்தாலும் நம்பருன்னை தள்ளியாலும் கரம் பிடித்து நடத்திடுவான் கண்மலை மேல் நிறுத்திடுவான் கரம் பிடித்து நடத்திடுவான் கண்மலை மேல் நிறுத்திடுவான் சப்த உயர்த்தி எந்தன் சப்த உயர்த்தி பாடுங்கள் எந்தன் ഒന്നുകൂടെ ശബ്ദം ഉയർത്തി പാടുക എന്തൻ യേശുവേ എന്തൻ യേശുവേ എന്തൻ യേശുവേ എന്തൻ യേശുവേ യേശുവേ ഉന്നാമമേ ഉയരണം ഹല്ലേലൂയ ശബ്ദം യേശുവേ ഉന്നാമമേ ഉയരണം ഹല്ലേലൂയ ഉന്റെ നാമം ഉയരണം മേന്മയടയണം പാടുവേ പാടുവോ ഹല്ലേലൂയ ഉന്റെ നാമം ഉയരണം ഉന്റെ നാമം ഉയരണം ഇന്നും മേന്മയടയണം പാടുവേ പാടുവോ ഹല്ലേലൂയ ഉന്റെ നാമം ഉയരണം ഉന്റെ നാമം ഉയരണം ഇന്നും മേന്മയടയണം പാടുവേ പാടുവേ സ്വന്തം ഉയർത്തി ഉന്റെ നാമം ഉയരണം ഇന്നും മേന്മ പാടുവേ പാടുവേ എല്ലാ കരങ്ങളും അടിച്ച് അന്യഭാഷകളിൽ ശബ്ദം ഉയർത്തി വായികളെ തുറന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഈ എട്ടാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിന്റെ നടുവിലുണ്ട്. അത് ആത്മാവിൽ തിരിച്ചറിയുന്നവർ ഇതിന്റെ മുൻവശം മുതൽ പിൻവശം
ദിവസം വരെ ദൈവത്തിന്റെ ശക്തിയേറിയ മഹത്വം വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവമഹത്വം പരിശുദ്ധാത്മാവിന്റെ നടുവിൽ പകരുന്നു. ശബ്ദമുയർത്തി വായുകളെ തുറന്ന് ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ ദൈവിക ദൂതന്മാരുണ്ട്. എത്രത്തോളം ശബ്ദം ഉയർത്തി വായുകളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ അത്രത്തോളം ശബ്ദം ഉയർത്തി അന്യഭാഷയിൽ ദൈവത്തെ അല്പനേരം സ്തുതിക്കുക. 1-2 മിനിറ്റുകൾ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുക. വലിയത് ചിലത് ഇന്ന് രാത്രി ദൈവം ഇതിന്റെ നടുവിൽ ചെയ്യുന്നു. ഇതുവരെ അനുഭവിക്കാത്ത ചിലത് ഇതിന്റെ നടുവിലേക്ക് ദൈവം കൊണ്ടുതരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത് അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ് ഇന്ന് രാത്രിയിൽ. Thank you, Jesus. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഒന്നുകൂടെ പാടുക. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. കുഞ്ഞുങ്ങൾ പാടിയാട്ടെ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ആ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഞാനാകന്നാലും ആകരില്ല. ശബ്ദം ഉയർത്തി പാടുക. ആകന്നാലും നീ ആകരില്ല,
ശബ്ദം ഞാനകന്നാലും നീ ഒന്നുകൂടെ ശബ്ദം ഉയർത്തി ഞാനകന്നാലും നീ. ഭയങ്കര ദൈവമഹത്വത്തിന് നടുവിൽ ചലിക്കുന്നുണ്ട്. എന്റെ എല്ലാം എല്ലാം ഒന്നുകൂടെ ശബ്ദം ഉയർത്തി എന്റെ എല്ലാം എല്ലാം ഒന്നുകൂടെ എന്റെ എല്ലാം എല്ലാം എന്റെ എല്ലാം എല്ലാം ജീവനും പ്രാണനും ആട്ടിൻ കൂട്ടം പോയവൻ ഞാൻ ഏകനായി ഭൂമി പാടുക ശബ്ദം ഉയർത്തി ആട്ടിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമി നല്ലിടയനായ എന്നെയും തേടി വന്നു നല്ലിടയനായ യേശു. കരങ്ങളെ ഉയർത്തുന്നവർ നന്നായി ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് പൊൻവെള്ളി ശ്രേഷ്ഠനായ സൂര്യ തേജോമയൻ വെണ്മാവസ്ത്രധാരിയായ യേശു പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ സൂര്യ തേജോമയൻ വെണ്മാവസ്ത്ര യേശു. അധരങ്ങളെ ഉയർത്തിപ്പിടിച്ച് യേശുവേ ശബ്ദം ഉയർത്തി പാടുക കരുണാമയനേ ശബ്ദം ഉയർത്തി യേശുവേ കരുണാമയനേ ശബ്ദം ഉയർത്തി വരികൾ കൂടെ യേശുവേ. ആ നാമത്തെ ഉറക്കെ വിളിക്കുക. എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി യേശു എന്ന നാമത്തെ ഉറക്കെ വിളിക്കുക. യേശുവേ കരുണാമയനേ ശബ്ദം ഉയർത്തി യേശുവേ യേശുവേ ഒരിക്കൽ കൂടെ ആദരങ്ങളെ തുറന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് യേശുവേ കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. കരങ്ങളെ ഉയർത്തിപ്പിടിക്കുക. എത്രത്തോളം ശബ്ദം ഉയർത്താമോ അത്രത്തോളം ശബ്ദം ഉയർത്തി ആ നാമത്തെ ഉറക്കെ വിളിക്കുക. യേശുവേ എന്ന് വിളിക്കുക. ആ നാമം ശക്തിയുള്ള നാമം, ആ നാമം ബലമുള്ള നാമം, ആ നാമം സകല നാമത്തെക്കാൾ മേലായ നാമം, ആ നാമം ഉന്നതമായ നാമം. എത്രത്തോളം ശബ്ദം ഉയർത്തി യേശുവേ എന്ന് വിളിക്കാമോ യേശുവേ ശബ്ദം ഉയർത്തി യേശുവേ 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 അധരം തുറന്ന് ശബ്ദം ഉയർത്തി വിളിക്കുക. യേശുവേ യേശുവേ ദൈവമഹത്വം ഇറങ്ങുന്നു. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മാരി പോലെ ഇന്ന് രാത്രി ദൈവമഹത്വം ഈ ആലയത്തിന് നടുവിൽ പെയ്തിറങ്ങുന്നു. ഈ ആലയത്തിന് നടുവിൽ പെയ്തിറങ്ങുന്നു. സീനായി മലയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ പർവ്വതം മുഴുവൻ പുക കൊണ്ട് മൂടിയതുപോലെ എല്ലാ കുഞ്ഞുങ്ങളും വരെ ദൈവമഹത്വം വ്യാപരിക്കട്ടെ. യേശുവേ
അകന്നാലും നീ അകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാൻ അകന്നാലും നീ അകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാൻ അകന്നാലും നീ സ്നേഹിച്ചു നീ. ഞാൻ അകന്നാലും പിതാവേ, എല്ലാ മഹത്വവും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു. അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ ആലയത്തിൽ തിരിച്ചറിയുന്നു. ഓരോ ദിവസവും ഞങ്ങളുടെ മേൽ പുതിയതായി പകരപ്പെടുന്ന അവിടുത്തെ കൃപയ്ക്കും അവിടുത്തെ സാന്നിധ്യത്തിനുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് ഹിതമായിട്ടുള്ളതെല്ലാം ഇന്ന് രാത്രിയിൽ കർത്താവേ അങ്ങ് ഞങ്ങളുടെ നടുവിൽ പകരണമേ. അതനുഭവിപ്പാൻ ഞങ്ങളുടെ ദേഹം ആത്മാവിനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് പ്രവർത്തിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദയവായിട്ട് എല്ലാവർക്കും ഇരിക്കാം. ഉണ്ടാകട്ടെ. നിങ്ങൾ ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ.